സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി കണ്ട് ഈ ഇത് നോക്കിയാൽ മതി. പിന്നെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കണേ. അപ്പോൾ ഇതിന്റെ ബാക്കി നോക്കാം. ഞങ്ങൾക്ക് ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ അതിന്റെ പകുതി വെച്ചുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. അതിന് മുമ്പ് ഞങ്ങൾക്ക് തിന്ന് റോഡിന്റെ കാര്യം പറയാണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് ഒരു തിന്ന് റോഡ് വെച്ചുകൊണ്ടാണ് റോഡ് ഇത് വെച്ചുകൊണ്ടും ക്വസ്റ്റ്യൻ ആറ് കാണുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ ഒരു റോഡ് എടുത്ത് ഇതിന്റെ സെന്റർ കൂടെ പോകുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്താണ്? I = m × L. ഇതിന്റെ L എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്ന റോഡിന്റെ ലെങ്ത് ആണ്. ml² / 12. ഇതാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത്. അത് ഈ ആക്സിസിൽ എന്ത് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഇനി നേരെ മറിച്ചാണ്ട് ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ? ഇതിന്റെ തിയറം വെച്ചാണ്ടൊന്നും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ഫസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. ഇനി ഇത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ ഇതിപ്പോ ഇതിന്റെ സെന്റർ ഇവിടെ ചെയ്യാണ്ടല്ല ഇപ്പൊ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ എൻഡ് സൈഡിൽ വെച്ചാണ്ട് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ? I = m × L² / 3 എന്നാണ് വരിക. അപ്പൊ നമ്മൾ ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ml² / 12 എന്ന് പറയുമ്പോൾ സെൻട്രലിൽ വരുമ്പോഴാണ്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഈ സൈഡില് എൻഡ് വരുമ്പോഴാണ് ml² / 3 എന്ന് വരിക. ഇനി നേരെ മറിച്ച് ഇതിപ്പോ റോഡ് ഒരു തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്. ഇവിടെ ആംഗിൾ എന്ന് പറയുമ്പോൾ തീറ്റ. അങ്ങനെയാണ് എന്ത് വരിക? ഇതിപ്പോ ഇത് ഏകദേശം ഒരു സെയിം അല്ലേ? ആംഗിൾ തീറ്റയിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക? I = m × L sin θ² / 3. ഇതൊന്നും കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആണെങ്കിൽ L പുറത്തേക്ക് അങ്ങനത്തെ വെക്കണമല്ലേ. പിന്നെ ഇതിന്റെ ആക്സിസിലാവുമ്പോ, അതായത് ഇതിപ്പോ റോഡ് ഇതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഞങ്ങളുടെ ഡിസ്റ്റൻസ് L എന്താണ്? 0 അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? 0 ആണെന്ന് വരും. ഇത് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഹോളോ സിലിണ്ടറിലും സോളിഡ് സിലിണ്ടറിലും. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോവുക. ഇനി ഞാൻ ആ സോളിഡ് സിലിണ്ടറിന്റെ പറഞ്ഞുതരാം, അതുപോലെ ഹോളോ സിലിണ്ടറും കൂടി പറഞ്ഞുതരാം. അത് തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കണം. റിങ് ഫസ്റ്റത്തെ സെയിം ആവും. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണേ, വേണം ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ തിന്ന് റോഡില് ഇനി ഹോളോ സിലിണ്ടർ ഉണ്ട്, സോളിഡ് സിലിണ്ടർ ഉണ്ട്. ഫസ്റ്റ് ഹോളോ സിലിണ്ടർ ഇത് പറയുമ്പോൾ അടുത്ത് സോളിഡ് സിലിണ്ടർ. ഹോളോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇത് റിങ്ങിന്റെ അതേ മോഡലാണ്. ഇതെന്താ കാരണം? ഡിസ്കിന്റെ അതേ മോഡലാണ്. ഇനി നോക്കി, ഇപ്പൊ ഈ ആക്സിസിൽ വെച്ചുകൊണ്ട് പോവുകയാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. ഇവിടെ ഈ ആക്സിസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താ? ഇതിപ്പോ സിമിലർ ടു റിങ്, ഇത് ഡിസ്കിന്റെ എന്തേനി? റിങ്ങിന്റെ എന്തേനി? നമ്മൾ ആദ്യം പറഞ്ഞിനി m × r² ആണ്. ഇവിടെ എന്ത് m × r² / 2 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് കേസ്. ഇത് ഇനി രണ്ടാമത്തെ കേസ് നോക്കിയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഹോളോ സിലിണ്ടറിന്റെ ഈ ആക്സിസിൽ എന്ത് ചെയ്യാം? റൊട്ടേഷൻ. ഇവിടെ ഈ ആക്സിസിൽ അതിന്റെ റൊട്ടേഷന്, അതായത് ഈ ആക്സിസിലാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതുപോലെ സോളിഡ് സിലിണ്ടർ ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. ആദ്യത്തെ കണക്ട് ചെയ്ത് പഠിക്കട്ട. ഇതിപ്പോ റോഡായി കൺസിഡർ ചെയ്ത് നോക്കി. ഇതിപ്പോ റോഡായി കണ്ട് കൺസിഡർ ചെയ്യുക. ഈ റോഡിന്റെ ഇങ്ങനെ പോകുമ്പോ ml² / 12 എന്ന് ഞാൻ പറഞ്ഞു തന്നീനി. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യാം. m × L² / 12 പ്ലസ് ഇത് നോക്കി, ഇത് പെർപെൻഡിക്കുലർ ആയി കണ്ടല്ലോ പോണേ. ഇപ്പൊ റിങ് ഇങ്ങനെ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആണ് പോണത്. ഇനി എന്ത് ചെയ്യാ? ഇത് റിങ്ങിനെന്ന് പറയുമ്പോ റേഡിയൽ ആയി കണ്ടാണ് പറയും. ഇതാണ് ഇവിടെ പറഞ്ഞത് ഈ റിങ്ങിന്റെ കേസ്. ഇനി ഈ ഇവിടെ പറയാൻ പോകുന്നത് എന്താ അറിയോ? ഈ റേഡിയൽ ആയി കണ്ട് പോവുകയാണ്. ഇത് m × r² / 2 ഇതെന്താണ്? m × r² ആണ്. ഈ കേസാണ് ഇവിടെ പറഞ്ഞത്. ഈ കേസാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അത് ആദ്യം കണക്ട് ചെയ്ത് പഠിച്ചേക്കുക.
എവിടെങ്കിലും ഒന്ന് മാറിപ്പോയാൽ പിന്നെ അങ്ങോട്ട് ഒറ്റൊന്നും കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ m² / 12 അതന്നെ കാരണം ഇവിടെയും വരിക m×l² / 12 പ്ലസ് ഇവിടെ എന്താ ചെയ്യും റിങ്ങിന്റെ കേസ് ഡിസ്കിന്റെ കേസ് ഇവിടെ റിങ്ങിന്റെ കേസ് റിങ്ങിൽ എന്തേനി m×r എല്ലാണോ കൊടുക്കണേന്ന് നിങ്ങൾ ആദ്യം ചെയ്ത് വെച്ചതിന്റെ ബാക്കി ചെയ്തു വെക്കുക. ഞാൻ ഇവിടെ 6 കൊടുക്കുന്നത് m×r² / 2 ഇവിടെ എന്താ പറയാ m ഡിസ്കിന്റെ കേസ് ആയിക്കാരം m×r² / 4 എന്നേക്കാരം വരിക m×r²/4 ഇവിടെ m×r²/2. ഇനി ഒരു കേസും കൂടി ഉണ്ട്, അത് ഈ എൻഡേക്ക് വരുമ്പോഴാണ്. ഇവിടെ റോഡിന്റെ അത് മാറ്റി കൊടുത്താൽ മതി. ഈ സൈഡ് കൂടെ എന്ത് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ സോളിഡ് സിലിണ്ടറിലും ഇതുപോലെ ചെയ്യുക. ഈ സൈഡ് കൂടെ റൊട്ടേറ്റ് ചെയ്യുക. ഇതിപ്പോ റോഡിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെന്താ റോഡിന് കാണുമ്പോൾ നമ്മൾ റോഡ് എടുത്ത് അതിന്റെ ഈ എൻഡ് കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തേനി m×l² / 3 ആണ് വരിക. m×l² / 3 പ്ലസ് എന്ത് വരും ഈ റേഡിയസ് കൂടെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നേ m×r²/2 എന്ന് വരും m×r²/2. അതുപോലെ ഇത് ചെയ്ത m×l² / 3 തരും എൻഡ് റോഡ് കൂടെ അല്ലേ. പ്ലസ് ഇനി ഡിസ്കിന്റെ കേസ് വെക്കുക. ഇവിടെ എന്താണ് m×r² / 4 വരും. ഇത് ഒക്കെ മനസ്സിലാണെങ്കിൽ ഇതിന്റെ മുന്നിലുള്ള മനസ്സിലായത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ സോളിഡ് സിലിണ്ടർ കഴിഞ്ഞ് ഹോളോ സിലിണ്ടർ കഴിഞ്ഞ് ഇനി നമുക്ക് പറയാനുള്ളത് സ്ഫിയർ ആണ്. ഈ സ്ഫിയറിൽ വെച്ചുകൊണ്ട് റേഡിയസ് ഓഫ് എയറേഷനിലെ ക്വസ്റ്റ്യനിൽ കൂടുതൽ ഭാഗം ഇത് വെച്ചുകൊണ്ടാണ് വരല്. അപ്പോൾ അത് സിമ്പിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 സ്ഫിയറിന്റെ കേസ് പറയാണ്ട് സോളിഡ് സിലിണ്ടർ അതുപോലെ ഹോളോ നേരത്തെ പറഞ്ഞ അതേ മോഡലിൽ തന്നെ 2 സ്ഫിയർ ഞാൻ വരച്ച്. ഇത് ഇതിന്റെ ഉള്ളിലൊക്കെ സാധനം ഉണ്ട്, സോളിഡ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണേ. ഇത് സോറി ഞാൻ ഇങ്ങോട്ടും മാറിയാണ്. ഇത് സോളിഡും ഇത് ഹോളോ. ഹോളോന്റെ കേസിൽ വരികയാണെങ്കിൽ എന്താ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ അതിന്റെ ഇതിൽ കൂടെ പോവാണ്. ഇത് നോക്കുമ്പോ 2/3 m×r² എന്നാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരല്. ഇത് 2/5 m×r². 2/5 m×r². ഇനി ഇത് ഇവിടുന്ന് കുറച്ച് 6 ഡിസ്റ്റൻസ് ടാൻജന്റ് കൂടെ പോവാന്ന് വിചാരിക്കുക. അങ്ങനെ എന്താ വരിക ഈ ഭാഗത്ത് കൂടെ റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ ഹോളോ സിലിണ്ടറിലും അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 5/3 m×r² എന്ന് വരും. ഇതാണെങ്കിൽ എന്താ 7/5 m×r². അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ഞാൻ എഴുതി തന്നിക്കണേ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോക്കി വെക്കുക. ഇനി റേഡിയസ് ഓഫ് എയറേഷൻ കാണാനുള്ള സിമ്പിളായി നല്ല ട്രിക്ക് പറഞ്ഞു തരുന്ന വീഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ആ വീഡിയോയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.